വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബൺമസ്കയും നല്ലൊരു ചായ, നല്ല അടിപൊളി ഒരു ചായ തന്നെ. ഇറാനി ചായ ഒന്നും അല്ല കേട്ടോ, പക്ഷേ ഇതിന്റെ കൂടെ കഴിക്കാവുന്ന നല്ലൊരു ചായ. ആദ്യം നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ചാല് ബട്ടർ. ഞാനിപ്പോ ഈ ബട്ടർ വീട്ടിലുണ്ടാക്കിയ ബട്ടറാണേ. അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും, കണ്ടു. ഇപ്പം വീട്ടിലുണ്ടാക്കാൻ പറ്റാത്തവരാണെങ്കിൽ പുറത്തുനിന്ന് മേടിക്കുന്ന ബട്ടർ ഇപ്പൊ ഫ്രിഡ്ജിലൊക്കെ ഇരിക്കുവാണെങ്കിൽ നേരത്തെ എടുത്തൊന്ന് പുറത്ത് വെച്ചേക്കണേ. എന്നിട്ട് ഇത് നല്ല പോലെ ഇതുപോലെ ഒന്ന് മെൽറ്റ് ആയിട്ട് വേണം നമുക്കിത് ഉണ്ടാക്കാനേ. അപ്പൊ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കണം. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം മിൽക്ക് മെയ്ഡിന്റെ ടേസ്റ്റ് ആയിരിക്കരുത്, ബട്ടറിന്റെ ടേസ്റ്റ് ആയിരിക്കണം കേട്ടോ. അപ്പം നമ്മൾ ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ് ഒഴിച്ചാൽ മതി. അപ്പൊ ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ് ഒഴിക്കുക, എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പൊ ഈ ബട്ടർ നല്ല നമ്മൾ വീട്ടിലുണ്ടാക്കിയേക്കുന്ന കാരണം നല്ല പോലെ മെൽറ്റായി നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുക കേട്ടോ. അതിനൊന്നും കുഴപ്പമില്ല. എന്നാലും ഈ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ആക്കി എടുക്കണേ. ഞാനിത് നല്ല പോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് ഈ സ്പൂൺ കൊണ്ട് തന്നെ മിക്സ് ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ലൊരു ക്രീമിന്റെ ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ആക്കി എടുക്കണം. ഈ ബട്ടറും ഈ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കേട്ടോ. മിൽക്ക് മെയ്ഡ് നമ്മുടെ മധുരത്തിന് ആവശ്യത്തിന് ഒരു സ്വല്പം മധുരം വേണം കേട്ടോ, എന്നാലേ ആ ഒരു നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളേ. അപ്പൊ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബണ്ണ് രണ്ടായിട്ടൊന്ന് നന്നായിട്ട് മുറിച്ചെടുക്കണേ. ഇത് രണ്ടും അങ്ങ് രണ്ടായിട്ട് മുറിച്ച് വെക്കുക നമുക്ക്. അപ്പോൾ പിന്നെ തേക്കാൻ എളുപ്പം ഉണ്ടാകും. ഒട്ടും പിശുക്കൊന്നും കാണിക്കണ്ട കേട്ടോ. നല്ല പോലെ കൂട്ട് തേച്ചെടുക്കുക. ഇത് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ബട്ടർ ആണെങ്കിൽ ഉണ്ടല്ലോ, അൺസോൾട്ടഡ് ബട്ടറേ ഉപയോഗിക്കാവുള്ളൂ കേട്ടോ. പിന്നെ തേക്കുക. ഇത് രണ്ടും കൂടെ അങ്ങ് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തിട്ട് ഈ ഒരു സൈഡിലോട്ടും കൂടെ കുറച്ച് തേച്ച് കൊടുക്കണേ. കുറച്ച് കൂടുതൽ ക്രീം വേണമെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡും അങ്ങ് തേച്ചോടും കേട്ടോ. ഞാനിപ്പോൾ ഒരു സൈഡ് തേക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇതിനോട് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ രണ്ട് സൈഡും അങ്ങ് തേച്ചേക്കണേ. ഇത് കണ്ടോ, ക്രീം നല്ല ഭംഗിയായിട്ട് അത് മിക്സ് ചെയ്യണം കേട്ടോ. സൈഡിലോട്ടും കൂടെ കുറച്ച് തേച്ച് കൊടുക്കണേ. എന്നിട്ട് നമുക്ക് നല്ല അടിപൊളി ഒരു ചായയും കൂടെ ഉണ്ടാക്കി ഞാൻ കാണിക്കാം. കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമാകും കേട്ടോ. ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് ചായയും കൂടെ ഉണ്ടാക്കിക്കൊണ്ട് വരാവേ. നമുക്കിനി ചായ ഉണ്ടാക്കാവേ. ഇറാനി ചായ ഒന്നും അല്ല കേട്ടോ, ഇതിൻ്റെ കൂടെ കുടിക്കാൻ പറ്റുന്ന നല്ലൊരു ഏലക്കയൊക്കെ ഇട്ട് നമുക്ക് നല്ലൊരു ചായ ഉണ്ടാക്കാവേ. അപ്പം ഞാൻ ആവശ്യത്തിന് ചായക്കുള്ള പാലും വെള്ളവും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ചിലർക്ക് ചായക്ക് ഒട്ടും വെള്ളം ഒഴിക്കുന്ന ഇഷ്ടമല്ല, അങ്ങനെയുള്ളവർ അങ്ങനെ ചെയ്താൽ മതി. 2 ഏലക്ക ചതച്ച് എടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുക. വെള്ളം വെക്കുമ്പം തന്നെ അതും കൂടെ അങ്ങ് ചേർത്തേക്കണം, എന്നാലേ അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ അതിനകത്ത് കിടന്ന് ഇറങ്ങി അത് ശരിയാകത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇനി ഒന്ന് തിളച്ച് കിട്ടണം. നമുക്ക് ആവശ്യത്തിന് തേയില ഇട്ട് കൊടുക്കുക. തേയില വളരെ കുറച്ചായിരിക്കും ഇടുന്നത്. ചിലർക്ക് നല്ല കടുപ്പത്തി ചായ വേണം, അങ്ങനെയുള്ള ഒരു തേയിലയും മധുരവും ഒക്കെ അവരവരുടെ ഇഷ്ടത്തിന് ഇടുക. പിന്നെ ഇതിനൊരു സ്വല്പം മധുരം വേണം. നമ്മൾ ഇതിനകത്ത് പഞ്ചസാര ചേർക്കുന്നില്ലേ, മിൽക്ക് മെയ്ഡ് ആണ് അതിന് ചേർക്കുന്നത്. അപ്പൊ ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ ബണ്ണിന്റെ ക്രീം ഉണ്ടാക്കാനും നമ്മൾ മിൽക്ക് മെയ്ഡ് അല്ലേ ചേർക്കുന്നത്. അപ്പൊ ചായക്ക് നമ്മളൊരു സ്വല്പം മിൽക്ക് മെയ്ഡും കൂടെ ചേർത്താൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. ഭയങ്കര ട്രെൻഡിങ് അല്ലേ ഇപ്പൊ യൂട്യൂബില്. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ, എന്നിട്ട് ഞാൻ കാണിക്കും. നമ്മുടെ ചായ ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത് ഒരുപാട് കടുപ്പമില്ലാത്ത ചായ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഞങ്ങൾക്ക് കുറച്ച് ലൈറ്റായിട്ടുള്ള ചായ ഇഷ്ടം, അതുകൊണ്ട് ലൈറ്റ് ചായ ഉണ്ടാക്കുന്നത്. അപ്പം നന്നായിട്ടൊന്ന് തിളച്ചൊരു 1 മിനിറ്റ് ഒന്ന് തിളച്ചോട്ടെ. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ട് തേയിലേക്ക് ഒന്ന് അരിച്ച് എടുത്തിട്ട് ബാക്കി നമുക്ക് കാണാവേ. നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ബൺമസ്കയും ചായയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ചായക്ക് നന്നായിട്ട് അരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് മധുരത്തിന് വേണ്ടി മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് കിട്ടുവേ. നമ്മുടെ ആവശ്യത്തിന് മധുരത്തിനുള്ള, എന്നാൽ അത്യാവശ്യം ഇച്ചിരി മധുരവും വേണം കേട്ടോ. ഷുഗറൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ ഷുഗർ ഇടാതെ ഇതിടുമ്പോൾ വേറൊരു ടേസ്റ്റ് അല്ലേ. നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണേ. നല്ലപോലെ ഇങ്ങനെ മിൽക്ക് മെയ്ഡ് നന്നായിട്ട് ഈ ചായയിൽ വരണം. അപ്പം നമ്മൾ ഈ ചായക്കകത്ത് ഏലക്കായും കൂടെ ചേർത്ത് മിൽക്ക് മെയ്ഡും കൂടെ ചേർക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മുടെ ബൺമസ്കയും ചായയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ആ ക്രീം നേരത്തെ ഒന്ന് ടേസ്റ്റ് ചെയ്ത്, എൻ്റെ അമ്മോ എന്നാ ടേസ്റ്റാണെന്നറിയോ.
വെറുതെ അല്ല ഇത് ആൾക്കാർ ക്യൂ നിന്ന് ഇങ്ങനെ മേടിച്ച് കഴിക്കുന്നത് കേട്ടോ. നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കി, ഇതുപോലെ ചെയ്താൽ മതി. നമുക്ക് കുട്ടികൾക്കും നമുക്ക് വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളിയാണ്. ആ ക്രീം ചുമ്മാ എടുത്ത് കഴിക്കാൻ തോന്നുന്നു എനിക്ക്. അതുപോലത്തെ നല്ല അടിപൊളി ടേസ്റ്റുള്ള ബൺമസ്കയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്